ട്രാൻസ്ഫോമർ ഒരു പുരി പാരിയാണ് ഇപ്പോഴത്തെ ഷോപ്പിൽ മെട്രോ ചെരിപ്പാടിയിലേക്ക് അവിടുന്ന് സ്പാർക്ക് ചെയ്തിട്ട് അവിടുന്ന് പിടിച്ചതാണ്. അപ്പോൾ അവിടുന്ന് എല്ലാ ആൾക്കാരും കൂടി ബക്കറ്റ് വെള്ളം എല്ലായിടത്തും ഒഴിക്കാൻ തുടങ്ങി. പിന്നെ പടർന്ന ആളിന് പിന്നെ ഫയർ സർവീസ് എത്താൻ ഏകദേശം കോളേജിൽ നിന്ന് വിട്ടേക്കത് 25 മിനിറ്റോളായി. അത് വരുമ്പോൾ അത് മൊത്തം പിതുങ്ങി കളഞ്ഞു. ഇങ്ങോട്ട് തീരില്ല, നമ്മളെല്ലാവരും സുരക്ഷയായിട്ടുണ്ട്. ഇനി മുകളിലേക്ക് എത്തിന് മുകളിലേക്ക് എങ്ങനെ വരുന്നുണ്ട്? ഷാൽമാർ ഷോപ്പ്, ഇതിന് മേലെ ഷാൽമാർ ഷോപ്പാണ്. പ്ലാസ്റ്റിക് ഐറ്റംസ് വെക്കുന്ന പാത്രങ്ങൾ അത് മുഴുവൻ ആലുമണം, അത് മുഴുവനായിട്ട് അത് മുഴുവനായിട്ട് ആ ഫ്ലോർ കംപ്ലീറ്റ്, ആ ഫ്ലോറിനല്ല ആ സ്ഥാപനം കംപ്ലീറ്റ് പോയി. 20ഓളം ജീവനക്കാർ, അതിൽ പിന്നെ വൈകല്യമുള്ള ചെറുപ്പക്കാർ കുട്ടികളുണ്ട്. അവരൊക്കെ ഒരു ഭിന്നശേഷിക്കാരാണ് കൂടുതൽ വർക്ക് ചെയ്യുന്നതിനകത്ത്. അങ്ങനെ വളരെ സാധാരണക്കാരായ ആളുകൾ ജോലി ചെയ്യുന്ന കടകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയാണ് ഈ തീ പടർന്നത്. ഏതായാലും ഇപ്പോൾ തീ പൂർണ്ണമായും നിയന്ത്രണവിധേയമായെന്ന് പറയാൻ കഴിയില്ല. തീ പടരുന്നുണ്ട്, പല ഇടങ്ങളിലേക്ക് തീ പടരുന്നുണ്ട്. ആളുകൾ ഇതിനുള്ളിൽ കയറി, ഇതിന് മുകളിലൊക്കെ നമുക്ക് ആളുകൾ നിൽക്കുന്നത് കാണാം. അവിടെ സാധനങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ അവിടെ നിന്നും ആളുകൾ, അതൊക്കെ പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ അവിടെ നിന്ന് ഇപ്പോൾ നാട്ടുകാർ പറഞ്ഞതനുസരിച്ച് ട്രാൻസ്ഫോമറിൽ നിന്ന് തീപ്പൊരി ഈ അടുത്ത ചെരുപ്പ് കടയിലേക്ക് വന്ന് അങ്ങനെയാണ് തീ പടർന്നത് എന്നാണ് പറയുന്നത്. അവിടെ നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചിരുന്ന KV കോംപ്ലക്സിനാണ് തീ പിടിച്ചത്. നേരത്തെ ഫെലിക്സ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഇപ്പോൾ അവിടെ നാട്ടുകാരും പറയുന്നുണ്ട്, ഇത്തരത്തിൽ ഭിന്നശേഷിക്കാരായ നിരവധി ആളുകൾ ജോലി ചെയ്തിരുന്ന സ്ഥലമാണ് അത് എന്നുള്ളത്. അങ്ങനെ ഒരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ നിലവിൽ ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ഒരു ജീവാപായം ഉണ്ടായതായി നമുക്ക് ഇതുവരെ വിവരമൊന്നും കിട്ടിയില്ല. അത് വളരെ ആശ്വാസകരമായ കാര്യമാണ്. മറ്റ് എന്തൊക്കെ ആണ് ഇത്, ഈ കാരണം ഷോർട്ട് സർക്യൂട്ട് ആണ് എന്ന് തന്നെയാണോ ഉറപ്പിച്ച് പറയുന്നത് നാട്ടുകാർ? ഈ ട്രാൻസ്ഫോമറിൽ നിന്നും ഒരു തീപ്പൊരി അത് തൊട്ടടുത്തുള്ളൊരു ചെരുപ്പ് കടയിലേക്ക് പടരുന്നു. അവിടെ നിന്നുമാണ് അത് വളരെ വേഗം മറ്റു കടകളിലേക്ക് എത്തുന്നത്. ഇത് നമ്മൾ നിൽക്കുന്നതിൻ്റെ മുകളിൽ അലുമിനിയം പാത്രങ്ങൾ ഒരു കടയുണ്ട്. ആ കടയിലേക്കാണ് അതിവേഗം തീ എത്തിയത്. അതുകൊണ്ട് താഴെ തീ പിടിക്കുന്നതിനപ്പുറത്തേക്ക് മുകളിലെ വശങ്ങളിൽ 3-ാം നിലയിലും 2-ാം നിലയിലുമുള്ള കടകളിലാണ് കൂടുതലായും തീ പടർന്നിരിക്കുന്നത്. താഴെയുള്ള കടകളിൽ അധികം പടർന്നിട്ടില്ല. കാരണം മുകളിലാണ് ഈ അലുമിനിയം പാത്രങ്ങളുടെ കടയുണ്ടായിരുന്നു. ആ കടയിലേക്കാണ് അതിവേഗം തീ എത്തുകയും അതിങ്ങനെ വ്യാപിക്കുകയും ചെയ്തു. അതൊരു വിശാലമായ കടയാണ്, അതുകൊണ്ട് തന്നെ അവിടേക്ക് എത്തിയെന്നതാണ്. ഇതൊരു കോംപ്ലക്സ് ആണ്. ചുറ്റും ഒരു 60-ലധികം കടകൾ, വലിയ കടകളുള്ള സ്ഥലങ്ങളുണ്ട്. പ്ലാസ്റ്റിക്കും ഒക്കെ വിൽക്കുന്ന കടകളുണ്ട്. അപ്പോൾ ആ കടകളിലേക്കൊക്കെ തന്നെ തീയെത്തി. അത് തന്നെയാണ് വലിയ ആശങ്കയായി മാറിയത്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ നിൽക്കുന്നത് നേരത്തെ മുൻവശത്തായിരുന്നെങ്കിൽ ഇപ്പോൾ പിൻവശത്താണ്. മുൻവശത്തെ തീ കുറേ അണയ്ക്കാൻ കഴിഞ്ഞു. പിൻവശത്തെ ഇപ്പോൾ പുക ഉയരുന്നുണ്ട്. പക്ഷെ അത് വലിയ തീയായി മാറിയിട്ടില്ല. ആളുകൾ പിന്നെ വെള്ളമൊക്കെ എടുത്ത് മുകളിലത്തെ നിലയിലൊക്കെ കയറി അവിടെ വെള്ളമൊക്കെ ചീറ്റി തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് എന്നതാണ്. അങ്ങനെ ഒരു വശത്ത് ഇപ്പോഴും തീ ഉണ്ട് എന്നാണ് ഫെലിക്സ് തളിപ്പറമ്പിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. നേരത്തെ അവിടെ നാട്ടുകാരൻ പറഞ്ഞതുപോലെ അറിയിച്ച് 25 മിനിറ്റ് വൈകിയതിനു ശേഷമാണ് അവിടെ ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയത് എന്നുള്ള പരാതി നാട്ടുകാർക്കുണ്ട്.